Hello everyone, welcome to Shanu's Launch. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബിക്കോസ് നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറും ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് അത്രത്തോളം പ്രഷ്യസ് ആണ്. ഓൾസോ ഇതിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ കണ്ടൻസും ഒക്കെ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈഗോട്ടിൻ്റെ ബ്ലൂടൂത്ത് എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള സെൽഫി സ്റ്റിക്കാണ്. ഇതാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ടൈഗോട്ടിൻ്റെ ബ്ലൂടൂത്ത് എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള സെൽഫി സ്റ്റിക്ക്. അപ്പോൾ സെൽഫി സ്റ്റിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ബിക്കോസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് മേടിക്കാനായിട്ട് ആമസോണിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 299 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ളൊരു സെൽഫി സ്റ്റിക്കായിട്ട് തോന്നി. സോ അതാണ് ഞാൻ പിന്നെ ഇത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോർട്ടബിൾ ആണെന്ന് പറയുന്നത്. ഒബ്വിയസ്ലി സെൽഫി സ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പോർട്ടബിൾ ആയിരിക്കുമല്ലോ. അതല്ലാതെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് വൈഡ് റേഞ്ച് ഉണ്ട്. അതായത് ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു സെൽഫി സ്റ്റിക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അത് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഒരു റിമോട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈഗോട്ടിൻ്റെ എക്സ്റ്റെൻഡബിൾ സെൽഫി സ്റ്റിക്ക്. ഓക്കെ, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ലൈക്ക് നമുക്കിത് സെൽഫി എടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ഇതിനെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിന്. ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുക. നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഫോൺ വെച്ച് നമുക്ക് സെൽഫി എടുക്കാൻ പറ്റുന്നതാണ്. ശരിക്കും ഇത് സെൽഫി സ്റ്റിക്ക് മാത്രമായിട്ടല്ല, ഇത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഒക്കെ നമുക്ക് വേറൊരു രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് തിരിച്ചും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നേരത്തെ കണ്ടില്ലേ, അതേപോലെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിന് നമുക്ക് വേണമെങ്കിൽ നിർത്താൻ പറ്റും. ലൈക്ക് ഈ 3 വശവും ഇങ്ങനെ ആക്കിയിട്ട് ഇത് നമുക്കൊരു സ്റ്റാൻഡ് പോലെ നിർത്താൻ പറ്റും. ഒരു സ്റ്റാൻഡ് പോലെ നിർത്താനും പറ്റും എന്നുള്ളതാണ് ഇത് മറ്റുള്ള സെൽഫി സ്റ്റിക്കുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്തുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ അത് വേറെ ഒരു ഫീച്ചർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ വായിച്ച പോലെ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള റിമോട്ടുണ്ട്. ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള റിമോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഷോ യു. ഇതാണ് അതിൻ്റെ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള റിമോട്ട്. ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ അകത്തുള്ള ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള റിമോട്ട്. ഈ റിമോട്ടിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറയുടെ ഒരു സിമ്പൽ കാണാൻ പറ്റും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ക്യാമറ ഉണ്ടല്ലോ, ഈ ക്യാമറയിൽ ജസ്റ്റ് നല്ല ലോങ് ആയിട്ടൊന്ന് പ്രസ് ചെയ്യാം. ലോങ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ബ്ലൂ കളറിലൊരു ലൈറ്റ് ഇങ്ങനെ മിന്നി അണയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇത് വന്നിട്ട് ബ്ലൂടൂത്ത് കണക്ഷൻ നോക്കുക എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ആണ്. സെൽഫി കോം എന്നാണ് പേര്. അപ്പോൾ സെൽഫി കോമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുമായിട്ട് കണക്റ്റ് ആയിക്കോളും. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് ഞാൻ ഇങ്ങനെയാണൊരു ഫോട്ടോ എടുക്കാൻ പോകുന്നതിൻ്റെ കാര്യം കാണിച്ചു തരാം. നമ്മളിനി ജസ്റ്റ് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ ബ്ലൂടൂത്ത് വഴി ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇനി ഞാനിത് ഈ ഒരു ക്യാമറയുടെ സിമ്പൽ ഉണ്ടല്ലോ, ഈ ക്യാമറയുടെ സിമ്പൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ആവാനോ അല്ലെന്നുണ്ടെങ്കിൽ സെൽഫി എടുക്കാനോ പറ്റുന്നതായിരിക്കും. സോ ഐ വിൽ ഷോ യു ദാറ്റ്. നിങ്ങളാ സൗണ്ട് കേട്ടില്ലേ? ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തേക്കും ആ സെൽഫി എടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ആ ഇമേജ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ എടുത്ത ഇമേജ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു 299 റുപ്പീസിനകത്ത് നമുക്ക് ഇതിൽ നല്ലൊരു സെൽഫി സ്റ്റിക്ക് മേടിക്കാൻ പറ്റുമെന്ന കാര്യം എനിക്ക് സംശയമാണ്. ഇത് ആക്ച്വലി നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. ഇതിനകത്തുള്ള ഡിറ്റാച്ചബിൾ റിമോട്ട് വെച്ചിട്ട് നമുക്ക് സെൽഫി എടുക്കാം. ഈ റിമോട്ട് നമ്മൾ അഴിക്കണമെന്ന് തന്നെ ഇല്ല കേട്ടോ. ഈ റിമോട്ട് ഇതിനകത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ റിമോട്ട് ഞാൻ ഇതിനകത്ത് പ്ലേസ് ചെയ്തേക്കാണ്. നമ്മളിത് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കാം. സെൽഫി സ്റ്റിക്കായിട്ടാണ് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാനെടുത്ത പിക്ക്. So I am really satisfied with this product.
സോ ഇനിയിപ്പോൾ ഇതിൻ്റെ ശരിക്കും ഇനി ഫ്യൂച്ചറിൽ യൂസ് ചെയ്ത് വരുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആണ്, ഞാൻ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂവിനെ പറ്റിയിട്ടും ഞാൻ ഫ്യൂച്ചറിൽ എൻ്റെ ചാനലിൽ തന്നെ ഞാനൊരു റിവ്യൂ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആ സമയത്ത് ഇത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വേറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും റെക്കോർഡ് ചെയ്യുന്ന ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. സോ അത് കാരണം കൊണ്ട് തന്നെ സൗണ്ടിനൊക്കെ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. സോ ഇൻ കേസ് ഇപ്പോൾ അത് നല്ല രീതിയിൽ കുറച്ച് ഡിഫറൻസസ് സൗണ്ടിൽ വന്നു കഴിഞ്ഞാലും എല്ലാവരും അത് ടോളറേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നെൻ്റെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയും എൻ്റെ ചാനലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ്.